തിരുമുൻപിലണയുന്നു ഞങ്ങൾ വരുമോ ത്യാഗദേശമായി വരുമോ രക്ഷകൻ സൗഭാഗ്യം ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ വരുമോ യാഗദേശമായി വരുമോ രക്ഷകൻ സൗഭാഗ്യം അർപ്പണയായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ അർച്ചനയായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷയിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്തിൽ. ഒന്നാമത്തെ വായന ദൈവം എസെക്കിയേലിനെ അയക്കുവാനായിട്ട് പരിശ്രമിക്കും. അവിടെ അയക്കുമ്പോൾ ഒത്തിരിയേറെ പ്രോത്സാഹനജനകമായ കാര്യങ്ങളല്ല ദൈവം എസെക്കിയേലിനോട് പറഞ്ഞു. ജനം നിന്നെ തിരസ്കരിക്കും, നിന്നെ മാറ്റി നിർത്തും, നീ പോകണം. എസെക്കിയേൽ വളരെ സന്തോഷത്തോടുകൂടെ ആ ദൗത്യം ഏറ്റെടുക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോകുവാൻ ഒരു ആഹ്വാനമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ വിശ്വാസമുള്ള മനുഷ്യൻ. പ്രതിവചന സങ്കീർത്തനം പറയുക, ഞാൻ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജീവിതത്തിൽ എന്തിനൊക്കെ സംഭവിച്ചു വരട്ടെ, ദൈവം എന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം. പൗലോസ് ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോസ്തലന്റെ വിശ്വാസമാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുന്ന, എന്നാൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ചില ചോദ്യങ്ങൾ കൊണ്ട് അവർ യേശുവിനെ പരിമിതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നവരെ നമ്മൾ വരും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ദൈവത്തിന്റെ കഴിവിൽ എന്നൊക്കെ ചോദിച്ചു പോകുന്നവരാണ്. അത് വിശ്വാസരാഹിത്യമെന്നാണ് ക്രിസ്തു അതിനെ വിശേഷിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും നമ്മൾ ഏത് തരത്തിൽ ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. നമ്മൾ വിശ്വസിക്കുന്നവരുടെ തരത്തിലാണ്, വിശ്വസിക്കാത്തവരുടെ തരത്തിൽ.
വിശ്വസിക്കുന്നവരുടെ ഗണത്തിലാണെങ്കിൽ സന്തോഷത്തോടുകൂടെ കർത്താവിന് നന്ദിയാണ്. ഒരുപക്ഷെ മറുപുറത്താണെങ്കിൽ ഹൃദയവേദനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് പൂർണ്ണമായും വിശ്വസിക്കുവാനായിട്ട് നമുക്ക് അതിനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് സദസ്യങ്ങൾ പ്രാർത്ഥിച്ച് ഈ വഴി നമുക്ക് ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Hallelujah.
ദൈവമേ, അതപ്പതിച്ച ലോകത്തെ അങ്ങേപ്പത്തിന്റെ താഴ്മയാലാണ് സമുദ്ധരിച്ചത്. അങ്ങേ വിശ്വാസികൾക്ക് നവ്യാനന്ദം നൽകണം. അങ്ങനെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് അത് മോചിപ്പിച്ച് അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാനിടയാക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവാണ് ഐക്യത്തിൽ ദൈവമായി ജനിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കുന്നേ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. എന്നെ എതിർത്ത നിഷേധിയുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടബുദ്ധികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. കർത്താവിന്റെ വചനം. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈകളിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈകളിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റ് മടുത്തു. സുഖാലസരുടെ പരിഹാസവും ആൾക്കാരികളുടെ നിന്ദനവും സഹിച്ചു.
ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത്, എന്നെ ശല്യപ്പെടുത്തുന്നതിന് മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായി തീരുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇതെല്ലാം എഴുതുന്നു. ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസേഫ്, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരൻ. ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ. ഇങ്ങനെ പറഞ്ഞ് അവർ അവനിട. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളിടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നു. ഏതാനും രോഗിയുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചു. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. കർത്താവിന്റെ സുവിശേഷം. എല്ലാവർക്കും സുഖമാണ്? സുഖമാണോ? കേൾക്കുന്നില്ലല്ലോ. സുഖമാണോ? അല്ലേ? സുഖമാണ്. എനിക്കൊന്ന് കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ എന്താ പറയുക, മാസ്കിനകത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും പുതുമുഖങ്ങളായിരിക്കും എന്നെ സംബന്ധിച്ച്. എങ്കിലും നിങ്ങൾ ആ പ്രതിസന്ധികളിൽ പതരാതെ അത് അതിജീവിക്കുന്നതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് പ്രാർത്ഥിക്കുകയും. ഇന്നത്തെ വായനകൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ വായനയിൽ ദൈവം എസെക്കിയേലിനെ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് അത് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ എന്ന പദം ഹീബ്രുവിലെ നബി എന്നാണ് വിളിക്കുക. നബി എന്ന വാക്കിനർത്ഥം ടു സെൻഡ് എന്നാണ്, അയക്കപ്പെടുക. അയക്കപ്പെടുവാനായിട്ട് വിളിക്കപ്പെടുകയാണ് ഒരു പ്രവാചകൻ.
ഇനി എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമാണ് പ്രവാചകനെ കുറിച്ച് ഒരു എഴുതുന്നത്. ദൈവത്തിന്റെ ശബ്ദം പറയേണ്ടത് ദൈവത്തിന്റെ വചനങ്ങളാണ്, സ്വന്തം വചനങ്ങളല്ല. അങ്ങനെ ദൈവത്തിന്റെ വചനം ദൈവജനത്തെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അയക്കണം എന്ന് ചോദിച്ചാൽ അത് പഴയ പുസ്തകം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കും. അങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജനതയോട് ദൈവത്തിലേക്ക് തിരികെ വരുവാനായിട്ടൊരു ആഹ്വാനമാണ്. ഒറ്റ വാക്കില് കം ടു ഹോം, ഭവനത്തിലേക്ക് മടങ്ങി വരിക. അപ്പൻ ദൈവമാണ്, എപ്പോഴും പറയുക, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൻ ദൈവമാണ്, അപ്പനോടൊപ്പം ആയിരിക്കുവാനായിട്ട് നിങ്ങൾ വിളിക്കപ്പെടുക. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർ വേർപെട്ടു പോയത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്നു പോയത് ഒരിക്കലും അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും ദൈവത്തോടൊപ്പം വരുന്ന പ്രതിസന്ധി ഉള്ളപ്പോൾ അവർ യുദ്ധങ്ങളില്, മഹാമാരികളില് ഒക്കെ അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും, കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കും. ഒരു സുഭിക്ഷതയുടെ കാലഘട്ടങ്ങളിൽ, അവർക്ക് ഒന്നിനും കുറവില്ലാതിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അവർ മറ്റുള്ള ദൈവങ്ങളെ തേടി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകന്മാർ അയക്കുന്നത്. വളരെ ജനങ്ങൾ വളരെ സന്തോഷിച്ചിരിക്കുന്നു, ഒരു കുറവില്ല. ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ സേവിച്ച് ജീവിക്കും. നമ്മളും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമുക്കൊന്നിനും കുറവില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമുക്കൊന്നിനും കുറവില്ലാത്തൊരു കാലഘട്ടം, പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ അവനോട് എപ്രകാരം പ്രതികരിക്കുമെന്നാണ് ഒന്നാമത്തെ വായന പഠിക്കുന്നത്. നിന്നെ അവർ സ്വീകരിക്കുന്നില്ല, ചിലപ്പോൾ ഉപദ്രവിക്കും. ഇതൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രം. 16 പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുണ്ട് പുസ്തകത്തിൽ. ഒന്ന് സൂക്ഷ്മമായി പഠിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 14 പ്രവാചകന്മാരും കട്ടിലുകളൊന്നും മരിച്ചിട്ടില്ല, ആൾക്കാർ തല്ലിക്കുന്നത്. കാരണം ഒക്കെ പ്രശ്നത്തിലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ ജനത്തോട് പറയുകയാണ്. പക്ഷെ അങ്ങനെ ആ സമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് വിശ്വാസം വേണം. അതാണ് ദൈവം പറയുന്നത്. നീ പോകാനുള്ള സാഹചര്യം വളരെ മോശമാണ്, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എന്റെ വചനം പറയണമെങ്കിൽ നിനക്ക് വിശ്വാസം അത്രമാത്രം ദൃഢമായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യനാണ്. ഇനി അതെങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എന്ന് പറയുവാനാണ് സങ്കീർത്തനം പറയുക. ഞാൻ നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കും എന്നാണ്. ഞാൻ നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കും. ആദ്യമായിട്ട് സ്നേഹിക്കുന്നവരെ നോക്കിയാൽ മാറാൻ സാധിക്കും. അവരൊന്നും പറഞ്ഞില്ലെങ്കിലും 2 മണിക്കൂർ കണ്ണിലേക്ക് തന്നെ നോക്കി. ഇവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണ്. അവിടുന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു, പരസ്പരം എന്തോ പ്രതീക്ഷിക്കുന്നു. ഇവിടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്ന സങ്കീർത്തകൻ പറയുന്നത് എന്റെ വേദനകളിൽ അവൻ കണ്ണിലേക്ക്, ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കുവാനുള്ള പ്രധാന കാരണം അവന്റെ ദുഃഖങ്ങളാണ്. അപ്പൊ ഇതിന് ആശ്വാസം ലഭിക്കുവാനായിട്ട് നീ ശക്തനാണെന്ന ബോധ്യത്തോടുകൂടെ നിന്റെ കണ്ണുകളിലേക്ക് തന്നെ ഞാൻ നോക്കിയിരിക്കും എന്നാണ് പറയുന്നത്. അത് വിശ്വാസത്തിന്റെ മറ്റൊരു തരം. രണ്ടാമത്തെ വായനയിൽ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞ കാര്യമാണിത്. പൗലോസ് അപ്പോസ്തലൻ, നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന്. ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കഴിവുള്ള അപ്പോസ്തലനാണ്. അത്ഭുതം ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു ക്ലേശത്തെ കുറിച്ചാണ് പറയുന്നത്. അതെന്താണ് എന്ന് വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ചിലർ പറയുക അദ്ദേഹത്തിന്റെ തുടയിൽ ഉണ്ടായ ഒരു മുറിവ്, യുദ്ധത്തിലൊക്കെ പോകുന്ന ആളായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിന്റെ തുടയിലുണ്ടായിരുന്ന വലിയ മുറിവാണ് എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് അങ്ങനെയല്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന ആധ്യാത്മിക ക്ലേശങ്ങൾ എന്തിനായിരുന്നു, ശാരീരിക ക്ലേശങ്ങളായാലും മാനസിക ക്ലേശങ്ങളായാലും എന്തോ ചെറുത് പൗലോസിനെ അലട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴൊക്കെ നോക്കുക, അത്ഭുതങ്ങൾ ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള ആ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ് വിശുദ്ധഗ്രന്ഥം പറയുക. ഞാൻ 3 പ്രാവശ്യം ആ മുള്ള എന്നിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം പറഞ്ഞത്
നിനക്ക് എൻ്റെ കൃപ മതി. അതവിടെ എഴുതട്ടെ. നീ അഹങ്കരിക്കാതിരിക്കുവാനായിട്ട് അതവിടെ എഴുതും എന്നോട് പൗലോസ് കൂട്ടിച്ചേർത്തു. ദൈവം പറഞ്ഞത് അവിടെ ഇങ്ങോട്ടെ പൗലോസ് പറയുക, എനിക്ക് നൽകപ്പെടുന്ന കൃപകളിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കുവാനായിട്ട് ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഇരുന്നോട്ടെ. ദൈവം എങ്ങനെയാണ്? അപ്പൊ നമുക്ക് വിശ്വാസത്തിന്റെ മറ്റൊരു തലം. പൗലോസ് അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്നവർ സുവിശേഷത്തിലേക്കാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ തന്റെ ജന്മനാട്ടിലേക്ക് തിരികെ വരുന്നത് വളരെ സന്തോഷത്തോടുകൂടെയായിരിക്കും. തൻ്റെ കൂട്ടുകാരൻ എല്ലാവരെയും കാണും, ബന്ധുക്കളെ കാണും. അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടെ സിനഗോഗിൽ കയറി വന്ന യേശുവിനുണ്ട്. യേശു ആരാണെന്ന് ഏകദേശം ഒരു ധാരണ മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. അത്ഭുതങ്ങളൊക്കെ ധാരാളം സംഭവിക്കുന്നുണ്ട് യേശു പറയുമ്പോൾ. മറ്റു സ്ഥലങ്ങളിലുള്ള അറിവുള്ളതാണ്. പക്ഷെ ഇവിടെ ആദ്യം അവര് യേശുവിന്റെ വാക്കുകളിൽ ആശ്ചര്യപ്പെടുകയാണ്. ഇത് ആരാണ്? നമ്മൾ അങ്ങനെയാണ്. പുതുതായിട്ട് ഒരാൾ പറഞ്ഞ വലിയ കാര്യങ്ങളെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിൽ. രണ്ടാമത് നമുക്ക് അത്ര അംഗീകരിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. അങ്ങനെ ഒരു അന്വേഷണം നടത്തുക. ഇത്രയേ ഉള്ളൂ. എൻ്റെ അപ്പൻ മരപ്പണിക്കാരൻ. ഒന്ന് ഗ്രഡേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റു വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവനാണ്. നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്. നമ്മുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ സംഭവിക്കും. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം പറയുകയാണെങ്കിൽ അപ്പൻ എന്താ പറയും? മകനെ നീ നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു, സന്തോഷമുണ്ടോ എന്ന് പറയും. നീ ഒന്നുകിൽ നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന വാക്കാണ്, നിന്നെക്കാൾ അധികം ഓണം ചോറുള്ളവരാണ് ഉണ്ടാകുക. അങ്ങനെ പറയുന്നത് സാധാരണ വാക്കാണ്. ഒന്ന് വായിന്ന് വന്നതല്ല. നമ്മളുടെ ഒരു ഞങ്ങളോട് ഇവിടെ യഹൂദ പണ്ഡിതന്മാരോട് എല്ലാവരും സിനഗോഗിൽ എല്ലാ യഹൂദ പണ്ഡിതന്മാർ അവർ പറയുകയാണ്, യേശു സ്നേഹത്തെ കുറിച്ചാണ് പറയാനുള്ളത്. എവിടെ നോക്കിയാലും സുവിശേഷത്തിൽ എവിടെ നോക്കിയാലും പറഞ്ഞു യേശുവിനെ എപ്പോഴും പറയാൻ ഒരു വാക്കുള്ളൂ, സ്നേഹം. ദേവനാട്ടിന്റെ ഏറ്റെടുത്ത സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഈ 10 കൽപ്പനകള് ദൈവം നൽകിയ കൽപ്പനകൾ ഏകദേശം 613 കൽപ്പനകളായിട്ട് യഹൂദരെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവസ്നേഹത്തെ കുറിച്ചും പരസ്നേഹത്തെ കുറിച്ചും മാത്രം യേശു പറയുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ ഞങ്ങളെ മോശ പഠിപ്പിച്ചതാണ്, മോശയ്ക്ക് ശേഷം വന്ന റബിമാര് ഞങ്ങൾക്ക് നൽകിയതാണ്. ഇതൊക്കെ മാറ്റുവാനായിട്ട് ഇവനാ മരപ്പണിക്കാരനെ പോലെ ഇവരിതൊന്നും സാധിക്കില്ല, ഇവന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനെ മാറ്റി നിർത്തി. അപ്പൊ അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറിച്ച് യേശുവിന് വിഷമുണ്ടായില്ല. പക്ഷെ ഇവിടെ അങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഒറ്റ വാക്കിലാണ് മാർക്കോസ് പറയുന്നത്. മാർക്കോസ് പറഞ്ഞത് അങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ അവിടെ അത്ഭുതമെന്ന് പ്രവർത്തിക്കാനായിട്ട് യേശുവിന് സാധിച്ചു. അത്ഭുതമെന്ന് പ്രവർത്തിക്കുവാനായിട്ട് യേശുവിന് സാധിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ജനത്തിന്, അല്ലെങ്കിൽ യേശുവിനെ ചില ചോദ്യങ്ങളിൽ പരിമിതപ്പെടുത്തിയപ്പോൾ അവിടെ അത്ഭുതമൊന്നും തന്നെ കാണില്ല. ആദ്യത്തെ കൊറോണയുടെ കാലഘട്ടത്തിൽ ധാരാളം പേര് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ സാഡിസ്റ്റാണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ വിലപിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു. അങ്ങനെ ദൈവം ഇല്ല എന്നൊക്കെ ആദ്യ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു. പിന്നീട് അത് മാറി വന്നു കാണാം. ദൈവം വിശ്വസിക്കുന്നവന് ഉണ്ട്. അതിനെയാണ് നിങ്ങൾ ഉത്തരം. നമുക്ക് ഇവിടെ പറഞ്ഞ സാധ്യത വിശ്വസിക്കുന്നവന് അവിടെ രണ്ടുപേരും സുഖപ്പെടുത്തി പറയുന്നത്. വിശ്വസിക്കുന്നവന് ദൈവം സൗഖ്യം കൊടുത്തു, അവന്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുത്തു. എന്താണ് വിശ്വാസം? വിശ്വാസകാലം ലേഖനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്
പക്ഷെ ഒരു വലിയ നിർവചനത്തിലാണ് നമുക്ക് രണ്ട് കാര്യത്തിൽ വരാൻ സാധിക്കും. എന്താണ് നമ്മുടെ അറിവ്? നമ്മുടെ അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ അറിവ്. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മുടെ ബന്ധമാണ് സ്നേഹം. ഈ അറിവും സ്നേഹവും ദൈവത്തോട് ഒപ്പമാണ്. ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, അങ്ങനെയെങ്കിൽ അതാണ് വിശ്വാസം. അറിവും സ്നേഹവും ദൈവത്തോടാകുമ്പോൾ, അറിവും സ്നേഹവും നമ്മുടെ സഹോദരങ്ങളോടാകുമ്പോൾ അതിൽ നിന്നോട് ഉടലെടുക്കുന്നതാണ് വിശ്വാസം. ഇവിടെ അവിശ്വാസിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് രേഖപ്പെടുത്തി. നമുക്ക് വിശ്വാസമാണെങ്കിൽ നേട്ടങ്ങളുണ്ടാകും, അവിശ്വാസമാണെങ്കിൽ നഷ്ടങ്ങളെ സംഭവിക്കും. ഉത്തമമായ ബോധ്യത്തോടുകൂടെ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടുക, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക, അങ്ങനെ വിശ്വാസിയായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിൽ കൃപ നമുക്ക് നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ച ഈ വഴി നമുക്ക് നമ്മുടെ വിശ്വാസമായിട്ട് പറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സർവശക്തമായ ഞാൻ വിശ്വസിക്കുന്നു. ഏകകഥാജാതനായ ദൈവപുത്രൻ എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൻ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവരെ സൃഷ്ടിക്കപ്പെടാത്ത പിതാവുമായ സത്യലേഖനമാണ്. അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സദൃഢനായി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. പീഡകൾ അനുസരിച്ച് മനുഷ്യമാരപ്പെട്ടു. ദൃശ്യങ്ങൾ അനുസരിച്ച് ഒന്നാം ദിവസത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും ദാവിനെ വർത്തമാനിക്കുകയും ചെയ്തു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിളിക്കുക, അവിടുന്ന് മഹത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയും പിതാവിനും പുത്രനും പുറപ്പെടുന്നത് പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നത് സ്തുതിക്കപ്പെടുന്നു. പ്രവാചകന്മാരുടെ സംസാരിച്ചവന്മാർ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപകർമ്മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ പറയുകയും മരിച്ചവരുടെ പരാജയപ്പെടുകയും ചെയ്തു ഞാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ സ്വീകരിക്കണമെങ്കിലും നമ്മുടെ അടുത്ത സമൂഹത്തെ നന്മയുമായി അംഗീകാരങ്ങളെ ഈ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്ന യഥാർത്ഥോചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങ് ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരകതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രതിഫലങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായ സഹാരകസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മലാഖമാരോടും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആനന്ദിക്കും. സത്യമായും പരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരുന്നു അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന അങ്ങ് വിരമിച്ചു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്.
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് പിന്തുടരുന്നവരെ അങ്ങേ വർണ്ണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയർക്ക് ഞങ്ങളെ തുടരുന്നു. അതിനാൽ കർത്താവ് അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസനം മഹനീയമായ ഉയർപ്പും സദാരവും ഒത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുക. വിശിഷ്യാലയ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവുമായ ഭാഗ്യയുടെ ഔഷധങ്ങളോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥരായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തങ്ങേ സന്നിധികളുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങളെ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദികഗണത്തോടുമൊത്ത് അങ്ങ് നേടിയെടുത്ത സഭയെ ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നിപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുവനന്തപുരം തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപുരം കേട്ടറിയാൻ കാര്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും മകളേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ ഹൃദയയുടെ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതരായി ദിവ്യോപദേശത്താൽ നിർവഹിക്കുന്നതിന് നിർഭയം നമുക്ക് സ്വർഗത്തിലേക്കോ നിന്നുള്ള
ഞങ്ങൾക്കു നൽകുമാറായി വേദം ധന്യതൻ ലോകം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ലോകവും നീ ക്ഷമിക്കാം പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളെയും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപരമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു പാപത്തിന് മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും ഇതിലേക്കും അങ്ങനെതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും. അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺമാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊണ്ടേ കർത്താവിന്റെ സമാധാനം നിങ്ങളും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്. ദൈവത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ദൈവജ്ഞാനത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ചലിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കൈക്കൊള്ളുവാനായി ആശയോടിന്നു ഞാൻ കാത്തിരിപ്പു. ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനായി ആശയോടിന്നു ഞാൻ കാത്തിരിപ്പു. ജീവന്റെ നാഥൻ എന്നാത്മനാഥൻ വന്നിടുമ്പോൾ ജന്മം ധന്യമാകും. ജീവന്റെ നാഥൻ എന്നാത്മനാഥൻ വന്നിടുമ്പോൾ ജന്മം ധന്യമാകും. ദിവ്യകാരുണ്യമേ നവ്യമാശ്രയമേ നീ വരാനായി കാത്തിരിക്കു ഞാൻ. ദിവ്യകാരുണ്യമേ നവ്യമാശ്രയമേ നീ വരാനായി കാത്തിരിക്കു ഞാൻ. അരൂപിലുള്ള ദിവ്യാതിശരണം എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ അവസ്ഥകളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയെ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വരുന്ന ദിവസങ്ങളിലും രാവിലെ ജീവിതം ഉണ്ടായിരിക്കും. നാളേക്ക് കലാലയങ്ങളിൽ നിന്നും 15 പേർക്ക് വരാനായിട്ട് ഗവൺമെൻറ് അനുവാദം നൽകിയിട്ടുള്ളൂ. ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് ക്രമീകരിക്കുക. ഓരോ ദിവസവും രാവിലെ എല്ലാ ദിവസവും രാവിലെ ജീവിതം ഉണ്ടായിരിക്കുന്നത് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളവരും
അതുപോലെ നിയമമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നല്ല ബാധ്യസ്ഥനാണ്. കാര്യകൃത്യമായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. വരുന്ന ഞായറാഴ്ചയിൽ രാവിലെ 5 മണിക്ക്, അത് കഴിഞ്ഞാൽ 7 മണിക്ക്, അത് കഴിഞ്ഞാൽ 9 മണിക്ക് പട്ടികക്കാർ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. എല്ലാവരെയും വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. വരുന്ന ആഴ്ച ഗവൺമെൻറ് എന്ന് പറയുന്നു, ഈ ആഴ്ച എന്ന് പറയുന്നു, അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വാട്സാപ്പിലൂടെ, മറ്റൊരു മെസ്സേജുകളിലൂടെ. അതനുസരിച്ചായിരിക്കും ആൾക്കാരുടെ എണ്ണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ 15 പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ വിലയിരുത്താനായിട്ടും ശ്രദ്ധിക്കണം. പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭ്യമാകുന്നത് വിശുദ്ധഗ്രന്ഥത്തിലൂടെയാണ്. ബൈബിൾ വായിക്കുവാൻ, ദൈവമാരാണെന്ന് അറിയുവാൻ, അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുവാൻ, അങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഭാവനചിന്തയോടുകൂടെ, ബോധ്യത്തോടുകൂടെ എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര മഹത്തായ വ്യവസ്ഥകളാൽ സംബോധിതരായ ഞങ്ങളെ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാൻ, അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേ. ഇന്ന് കേരള സഭ യുവജന ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ദീപലി കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പതാക ഉയർത്തും. വൈകുന്നേരത്തെ ദീപലി യുവജനങ്ങൾക്ക് ഒരുക്കുന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സമാപിച്ചു പോകുവേ. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവേ. ദൈവത്തിന് നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും